അവൾക്ക് 17 വയസ്സായിരിക്കും. മോളുടെ അരങ്ങേറ്റമായിരുന്നു ഇന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ വെച്ച് ഈ ഒരു സ്റ്റേജിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു വലിയ അനുഗ്രഹമാണ്. ശിവമയ നൃത്ത കലാക്ഷേത്ര അവിടുത്തെ ടീച്ചർ ഐശ്വര്യ ടീച്ചറാണ് ഗുരു. ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ സെഷൻ. ചേട്ടൻ ഈ ഒരു നിമിഷം എത്ര വർഷം മുന്നേ മനസ്സിൽ കണ്ടിട്ടുണ്ട്? ഇവള് ഈ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് ഒരു 4 വയസ്സ് ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തൊട്ട് പാട്ട് ചാനലിലൊക്കെ വരുമ്പോൾ അത് നോക്കിയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഡാൻസിൽ കുറച്ച് ടാലൻ്റൊക്കെ ഉണ്ടാവും. കുറച്ച് പഠിപ്പിച്ചാൽ നന്നായിരിക്കുന്ന ഒരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം അവൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും. ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇതിനോട് വലിയ ഇഷ്ടം ഉള്ളതുകൊണ്ട് പഠിപ്പിക്കും. അച്ഛന് എന്തെങ്കിലും കാര്യത്തിന് എതിര് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കാര്യവും എന്ത് പറഞ്ഞാലും സപ്പോർട്ടാണ്, എല്ലാത്തിനും സപ്പോർട്ടാണ്. എതിരായിട്ടൊന്നും പറയാറില്ല. അത് നല്ല കാര്യത്തിൽ ഓക്കെ, അതായത് ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ പറയും. ബാക്കി എല്ലാ കാര്യത്തിനും മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടോ? പഠിക്കണമെന്നുണ്ടോ? മാർഷൽ ആർട്സ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും എല്ലാ പരിപാടിയും കൂടെ നടക്കാതെ വരും. കാരണം പഠിക്കാനും കൂടുതലുണ്ട്, പിന്നെ ഡാൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇനി ഇളയാളെ പഠിപ്പിക്കണം എല്ലാവരും. ഒരു കാര്യം, ഈ മകൾക്ക് കാലിൽ ചെലങ്ക കെട്ടി കൊടുത്തല്ലോ, ആ ഒരു ഒന്ന് സമയം പറയാമോ? അതൊരു ആ ഒരു നിമിഷത്തെ ഒരു ഏതൊരു അച്ഛനെയും പോലെ സന്തോഷം മാത്രം. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ കലാലോകത്തുനിന്ന് വന്നതുകൊണ്ട്, കലാകാരനായതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് തോന്നി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടില്ല നമ്മുടെ മോൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്. സന്തോഷം. സിംഗിൾ തന്നെ കളിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോ സിംഗിൾ 2 കളിച്ച് പഠിച്ചത്. ഗ്രൂപ്പിനോട് അത്രയും താല്പര്യമില്ല. ഞാൻ സിംഗിൾ ആയിട്ട് കളിക്കണം. സ്കൂളിലൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പാ കളിച്ചത്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയും, നീ സിംഗിൾ കളിച്ച് കാണിക്കും, സിംഗിൾ കളിച്ച് കാണിക്കും. ഞാനിപ്പോ സിംഗിൾ കളിച്ച് അരങ്ങേറ്റം കിട്ടും. ഞാൻ 3-ാം ക്ലാസ്സില് ചേച്ചി വന്ന് പഠിപ്പിച്ചു തുടങ്ങിയതാ. പിന്നെ അത് ഈ ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് ചേച്ചി ഭയങ്കര ബിസി ആയി, അങ്ങനെ പോയി. അപ്പൊ ഞാൻ നിർത്തേണ്ടി വന്നു. പിന്നെ 9th ഒക്കെ ആയപ്പോൾ, ഞാൻ 9th സ്റ്റാൻഡേർഡിലായപ്പോഴാണ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ 2 വർഷം പഠിച്ച് ഇറങ്ങി. ഇല്ല, ആക്ടിങ്ങിനോട് എനിക്ക് അത്രയും താല്പര്യമൊന്നും. അത് കുഞ്ഞില്ല. ഇപ്പൊ എനിക്കാണ് ആക്ടിങ്ങിനോട് താല്പര്യമൊന്നും. സൈബർ എടുക്കണമെന്നാണ് ആഗ്രഹം, സൈബർ സെക്യൂരിറ്റി. അത് നോക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ പ്ലാനിൽ വെച്ചേക്കുന്നത്. ഇല്ല, ഡാൻസ് ഒക്കെ ഒരു അമ്പലത്തിൽ പോയി ചെയ്യണം, ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. കുറച്ച് കഴിയുമ്പോ ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്ലി. രണ്ടുപേരും ഫ്രണ്ട്ലിയാണ്, രണ്ടുപേരും എന്താ പറയാ ഓപ്പൺ ആണ്. ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ അവര് ഓപ്പൺ ആയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ള സംഭവങ്ങൾ പറയാറുണ്ട്. രണ്ടുപേരും സപ്പോർട്ടീവ് ആണ്. അച്ഛനാണ് കുറച്ചും കൂടെ കൂടുതൽ സപ്പോർട്ടീവ് എല്ലാ കാര്യത്തിലും. കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്താ പറയാ, അങ്ങനെ എക്സാം ഒക്കെ ഇല്ലാത്ത സമയത്താണ് ഡാൻസ് പഠിക്കുന്നത്. ഇപ്പം 2 മാസം അവധി ഉണ്ടായിരുന്നോണ്ടാണ് അരങ്ങേറ്റത്തിനുള്ളതൊക്കെ പഠിച്ചത്. 2 മാസം പഠിച്ച് നല്ല പ്രൗഡ് മൊമെന്റ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. നല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് ഇറങ്ങി ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റോൾ മോഡൽ ആരെങ്കിലും ഉണ്ടോ? ഒരു ചോദ്യം, മകളെ കലാകാരിയാക്കാനും വേണ്ടി ഒരു ഇന്റൻഷൻ ഉണ്ടോ? മീൻസ് ഒരുപാട് മിമിക്രി പഠിപ്പിച്ചിട്ടുണ്ട് ചേട്ടൻ. പഠിപ്പിച്ചിട്ടില്ല? ഇല്ല, ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. മിമിക്രി ഇല്ല. ഇത് ഡാൻസ് അവൾക്ക് അവളുടെ പാഷന് വേണ്ടി ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നത്. അത് എന്നതുകൊണ്ട് ഒരു നടിയാകണം, നല്ലൊരു ആക്ട്രസ് ആക്കാനായിട്ടാണ്. മകളെപ്പോഴും പറയാറുണ്ട് അങ്ങനെ ആക്ട്രസ് ആവണം, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആഗ്രഹം പറയുമ്പോൾ അന്നേരം നമുക്ക് നോക്കാം. അന്നേരം തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തിട്ടില്ല. മകളുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടോ? നല്ല കാര്യങ്ങൾ